ഏത് അടിച്ചോളി തച്ചോളി എന്താ ഇവര് മനസ്സിലാക്കി? ഓല കൈയൊക്കെ മട്ടുള്ളതും ഞമ്മളത് വായം കയ്യോ അതാ. പക്ഷെ ഞങ്ങൾ മതത്തിന്റെ ആളുകളാണ്. കൊള്ളണ കാലൊക്കെ കയ്യിൽ എസ്കക്കാരാ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ PK ബഷീർ എങ്ങനെയാണ് ഈ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള തല്ലിൽ പങ്കാളിത്തം വഹിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകൾ ശിഥിലമാക്കി സുന്നി ഉലമാക്കൾക്കിടയിലുള്ള വിഭാഗീയതക്ക് വളം വെച്ചു കൊടുത്ത് ആലിമീങ്ങളുടെ ആദരവ് സുന്നികളാൽ തന്നെ തകർക്കപ്പെടുന്നത് വഹാബിക്കാണ് നേട്ടം. അതുകൊണ്ട് തന്നെ അതിന് പണ്ട് പണിയെടുത്തത് സീരിയാജിയാ. ഇപ്പൊ ഇതിന്റെ ഇജാസത്തേറ്റ് നടക്കുന്ന ആള് PK ബഷീറാണ്. PK ബഷീർ പറയാണ് ഈ മഹല്ലൊക്കെ ഇങ്ങനെ പ്രശ്നമായി നിൽക്കുമ്പോ PK ബഷീർ ഒരു കുപ്പി കാസറ്റ് പോലെ മൂപ്പര് പറയാ LDF-കാരോടും ഇതിനെ പോലോട് പറഞ്ഞത് നമുക്കറിയില്ല. LDF-കാരോടും ഏപ്പിക്കാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ പള്ളിക്കല് ഈ തല്ലും കുലുമാലായിട്ട് വരണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ പറയാം, APക്കാരോട് ഞാൻ പറയാം, വെറുതെ ഈ ചുണ്ടകളോട് നിങ്ങൾ പൈസ വാങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ പാരാ, നിങ്ങൾ റോഡും പാലം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് പള്ളി ചാത്തപ്പിനെന്തും ആശ്ചര്യ PK ബഷീറിന്റെ പള്ളിയാ. നിങ്ങളുടെ എല്ലാ പള്ളികളും പോയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എല്ലാ പള്ളികളും പിടിച്ചെടുക്കാനുള്ള ഒരു ഏർപ്പാട് അതൊക്കെ നിർത്തിക്കളി. അതെ, സീരിയാജി പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. എന്നിട്ട് അപ്പൊ PK ബഷീർ പറഞ്ഞിട്ട് നിർത്തണേ? അത് അവനാരെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ വെറുതെ പൊതു കൊണ്ടുകാട് എവിടെയും എത്തിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ എല്ലാവരും ഒപ്പിച്ചാൽ ഞങ്ങളും ഞാൻ നിൽക്കുന്നോട് കൊണ്ട് നിൽക്കുന്നേരം നിൽക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പത്തായക്കോടൻ സീരിയാജി രണ്ടു കാലം നിന്ന കാലത്താണ് കാന്തപുരം ഉസ്താദ് AP സുന്നി ഉണ്ടാക്കിയത്. എന്നിട്ട് സീരിയാജി ഇപ്പൊ അത് മൂക്കിൽ വലിച്ചോ? പിന്നെ PK ബഷീർ ഇതാണ് മൂക്കിൽ വലിച്ചപ്പോ എത്രയാണ് ആ മൂക്കിന്റെ വണ്ണം വലിപ്പം ഞങ്ങൾക്കറിയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ബാക്കി പാർട്ടി തീരുമാനിച്ചിട്ട് ശത്രുവായിട്ട് കാണാം. ഇനിയിപ്പോ ആ പഴയ കോമഡി. അതുകൊണ്ട് പണ്ടത്തെ മാതിരി ആ കുറച്ചൊക്കെ ഇങ്ങനെ പോയി അതിന്റെ പോട്ടെ. ഇനി അത് ഉണ്ടാവും വിചാരിച്ചിക്കണ്ട. നിരക്കനെ നടക്കാൻ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ആ നിരക്കനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബഷീറിന് അറിയില്ല. ഞങ്ങള് നേതാക്കൾ ഇതിൽ ആദ്യം ഇറങ്ങി പുറപ്പെട്ടപ്പോണ്ടായ പ്രതിസന്ധി എറണാകുളം സമ്മേളന. ആ എറണാകുളം സമ്മേളനത്തിലെ ബീവിന്റെയും തങ്ങളെയും മുടക്കിൽ നിന്നാണ് ഈ പ്രസ്ഥാനം മഹാശക്തിയായി മാറിയത്. എറണാകുളം സമ്മേളനത്തിന്റെ തലേന്നൊരു ബീവിന്റെയും തങ്ങളെയും പ്രസ്താവന വന്നു, എറണാകുളം സമ്മേളനത്തേക്ക് പോകരുതേ. ആ പ്രസ്താവന ചന്ദ്രയിൽ വന്നപ്പോ ആൾക്കാർക്ക് ഒരു ആവേശം. ഒരു ഭാഗത്ത് ലീഗിന്റെ കൊടിയും മറുഭാഗത്ത് SYSന്റെ കൊടിയും കുത്തിയാണ് പോയി ഇലാ നിർത്തി എറണാകുളം അല്ലേ? എന്താ ഏതാ ഇതൊക്കെ കാലോ? അന്ന് ഞങ്ങളുടെ യൂണിറ്റുകളിൽ നിന്ന് 4 ആളെ പോകാനുള്ളൂ. ഇന്നവിടെ 40 ആളുകളുള്ള ജുമാ തുടങ്ങിയിരിക്കണ ഞങ്ങള്. മനസ്സിലായില്ലേ? മാത്രമല്ല അന്നത്തെ അത്ര വലിയ പവറൊന്നും സീരിയാജിന്റെ എത്തിക്കെത്തുന്ന പവർ ബഷീറിനുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഇനിയോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സുന്നികൾക്കിടയിലെ പള്ളി തർക്കങ്ങളുണ്ട്. ആ പള്ളി തർക്കത്തിൽ വഹാബിയായ സീരിയാജിക്ക് ബഷീറിന് എന്താ കാര്യം? കേരളത്തിലെ സുന്നികളുടെ പള്ളികളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ആ പള്ളിയുമായി വിശ്വാസപരമായോ കർമ്മപരമായോ ഒരു ബന്ധമോ പൊരുത്തമോ ഇല്ലാത്ത PK ബഷീർ എന്തിനാ അവർക്ക് അരിപറ്റി വരുന്നത്? പള്ളിക്കൽ ബസാർ അടക്കമുള്ള പള്ളികളിൽ പ്രശ്നം നടക്കുന്നത് സുന്നികൾക്കിടയിലാണ്. ബഷീർ ആരാ? അത് ബഷീർ പറഞ്ഞു തരും. മൂപ്പര് കടുത്ത വഹാബിയ, തറവാട് വൈക്ക് സനതടക്കം വഹാബിയ എന്നാ പറയുന്നത്. ഞാനങ്ങോട്ട് പോരുമ്പോ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എവിടെ? മുജാഹിദിന്റെ സമ്മേളനത്തിൽ അവസാനം മൂപ്പര് പറഞ്ഞ എന്താ? ഞാൻ ഉറച്ച മുജാഹിദാണ് എന്ന് തെളിയിച്ചു പോകാൻ. കാരണം ഞാന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഏതാ കുടുംബം? പത്തായക്കോടം കുടുംബം അല്ല പറയുന്നത്, വഹാബി കുടുംബമാണ്. ഞാൻ എന്റെ വന്ധ്യനായ പിതാവിനെ ഓരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോയി. അത് ശിർക്കുമാണ്. മരിച്ചാ പിന്നെ ബൈക്ക് ആലോചിക്കാൻ പാടില്ല. ഒരിക്കൽ സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിനുശേഷവും അതിനു മുമ്പും ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അന്നും ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഉറച്ചുള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ വന്ധ്യനായ പിതാവ് സീരിയാജി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞാൽ മനസ്സിലായോ? കൊണ്ടോട്ടിയിൽ എന്റെ അവസാനത്തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പറഞ്ഞ സീരിയാജിക്കെതിരെ ശംസുൽ ഉലമയിൽ നിന്നുണ്ടായ പ്രയാസാണ് പത്തായക്കോടം ബഷീർ അനുസ്മരിച്ചെടുക്കണേ. അന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സംഘടന
ഇനി മൂപ്പര സങ്കടം എന്താ വെച്ചാൽ മുജാഹിദ് ഇങ്ങനെ ചക്കിയും ചാറും വെച്ച മാതിരി ആയല്ലോ എന്നുള്ളത്. അത് ഇപ്പൊ ഇവിടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കണില്ല. എന്നാൽ ഇങ്ങനെ വഹാബിത്തറവാട്ടിൽ മുജാഹിദ് ആയി ഉറച്ചു നിൽക്കുന്ന ബഷീറിനെ എന്താണ് സുന്നിപ്പള്ളിയിൽ കാര്യം എന്ന നമ്മുടെ ചോദ്യത്തെ മറികടക്കാൻ ചേളാരി സുന്നികൾ ഇയാൾക്ക് തെർന്നിയെത്തിയല്ല ഇയാൾ നടത്തുന്ന വേറൊരു നാടകമുണ്ട്. അതെന്താണ്? ആലപ്പുഴയിൽ ഇവരൊരു 90-ാം സമ്മേളനം നടത്തി. ആ ഒരു 90 കൂടി ആ സമ്മേളനത്തിൽ പോയിട്ട് PK ബഷീർ നടത്തുന്ന വേറൊരു പ്രസംഗമുണ്ട്. എന്താ? ഞാൻ വടിയുറച്ച നിങ്ങളാളെ കേട്ടോ, മറ്റേ ആളല്ല. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഞാൻ മറ്റേ ആളാണ്. എന്നിട്ട് മൂപ്പര് പറയാ ഞാൻ സുന്നന്യ. അല്ലേ എന്റെ ബാപ്പ ഭയങ്കര മുസാഫിന്റെ നടക്കണ്ട. എന്താ കാരണം എന്താ നിങ്ങള്? ഞങ്ങളൊരു പുതിയ വീട് കയറ്റി അതിന്റെ കുടിയിരിക്കലുണ്ടായപ്പോ മാനോലിയാരെ വിളിച്ചിരിക്കും. മാനോലിയാരെ എന്ന് പറഞ്ഞാല് അള്ള പുറത്തു കൊടുക്കട്ടെ, അവര് സുന്നത്ത് വൽ ലീഗ് മൂപ്പര അക്കീദി ഈമാനൊക്കെ. അപ്പോ ആ മാനോലിയാരെ കുടിയിരിക്കലിന് വിളിച്ചു. മൂപ്പർക്ക് അന്ന് വരാൻ കഴിഞ്ഞില്ല, പിറ്റേന്നാ ചെല്ലണേ. അപ്പൊ സീരിയായി പറഞ്ഞത് നിങ്ങൾ ഇന്നലെ വരണ്ട, എന്നേ നമുക്കൊന്ന് മൗലൂദ് ഓതിനി. എന്നാ പിന്നെ ബന്നാ മക്കൾ ഓദിച്ചൂടെ? അല്ലെങ്കിൽ അന്ന് മാനോലിയാർ വന്നിട്ടില്ലെങ്കിൽ കിട്ടണ 4 മൂല്യന്മാരെ കൊണ്ട് ഓദിച്ചില്ലേ? അതുമില്ല. ഇതെന്തോ വെച്ചാൽ ബന്ന മൂല്യേരി ഒന്ന് കുതിരയാക്കിയതാ. മൂല്യന്മാരിങ്ങനെ വൈകുന്ന പണിന്റെ ആൾക്കാരാണല്ലോ. എന്നിട്ട് ഇത് പറഞ്ഞപ്പോ അതിന് തെക്കുബീർ തന്നെ ചേളാരിക്കാര് റേഞ്ച് നോക്കാൻ നിങ്ങൾ പിന്നെ ഇന്നെങ്ങനെ തോന്നുമ്പോ നിങ്ങൾക്ക് തോന്നും മറ്റേതല്ലേന്നല്ലേ. പക്ഷെ അതിനും മറ്റതല്ല, അതിനും തെക്കുബീറല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. വാപ്പ മറ്റേ കൊണ്ടോട്ടിയിലെ സ്ഥാനാർത്ഥിയാണ് കാലത്ത്. അന്ന് കണ്യത്ത് ഉസ്താദിന്റെ അന്ന് മറ്റേ നോമിനേഷൻ കൊടുക്കാൻ 250 രൂപ അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെയൊക്കെ കഴിഞ്ഞ് പാലക്കാടൊക്കെ പോയിട്ട് വന്നിട്ടാ പോലെ. അതേ നിങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ പോയപ്പോ ആലോചിച്ചിന് കണ്ണിയത്ത് ഉസ്താദ് കെട്ടിയേക്കാൻ പൈസ ഉണ്ടായി. കൊണ്ടോട്ടിയില് ഇയാള് സീതിയാജി മത്സരിച്ചുമ്പോ ഈ കഴിഞ്ഞതിൽ എല്ലാ സമയവും ചെലവിടുന്ന കാലാണ്. അക്കാലത്ത് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിച്ചു പോയിക്കണോന്ന് അറിയില്ല. ഇരിക്കട്ടെ, അല്പം ഏതോലെ നിങ്ങൾ പണ്ട് മഞ്ചേരിയിൽ KP മജീദ് മത്സരിച്ചാൻ പോയപ്പോ കൈ താത്തിട്ട് കുതിർന്നല്ലോ. പിന്നെ അയാളിപ്പോ കൈ താത്തലല്ല, വല്ല ദുആയിലും കൂടിയ തലന്റെ മുഴുക്ക അയാളെ കൈ ഉണ്ടാകുക. അത് അജ്ജാതി തരികയാണ്. അത് ഇരിക്കട്ടെ. മാനോസിലാര് 991 അവർ ജീവിപ്പായപ്പോ അവിടെ പുതിയ വീടില് താമസം മാറ്റും. അത് പിറ്റേന്ന വന്നത്. അപ്പൊ ബാപ്പ നിങ്ങൾ ഇന്നലെ വന്നു കളിക്കാൻ നമുക്ക് മങ്കൂസ് മൗലൂദ് നടത്താനിയാ. എന്തിനാ പൈന തെക്കുബീർ? മങ്കൂസ് മൗലൂദ് നടത്താൻ ലോറിക്കാരൻ പോലെ ഒരു ടൈം ഉണ്ടാവും. അല്ലക്കാര അതിന് തെക്കുബീരല്ലല്ലോ നിങ്ങൾ വേണ്ട. എന്നപ്പോ എന്തിപ്പോ മാനൂരൊരു ബന്നാം പക്കൊന്ന് മൗലൂദ് എല്ലിപ്പിച്ചുടനോന്നല്ലേ സീരിയാജി വിചാരിച്ചേ? തിരക്കുള്ള പോലെ വിചാരിച്ചുമ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുമ്പോ മുതലാക്കണ്ടേ? മാനൂരൊന്ന് കുതിരയാക്കിയതാ. മൂല്യന്മാരിപ്പോ ഇതിന്റെ ഒരു ആൾക്കാരാണല്ലോ. എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇവിടെ എരുതിയിൽ എണ്ണയൊഴിക്കാൻ, അതുപോലെ എരുതിയിൽ ഭിന്നിപ്പിന്റെ സ്വരം പടർത്താൻ അല്ലേ? ഇതിനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ തന്നെ കേരളത്തിലേക്ക് വഹാബികൾ കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്ത് വിഭജനാന്തര മുസ്ലിം ഉമ്മത്തിനെ പുനഃസൃഷ്ടിക്കാൻ ഖായിദമില്ലത്തിന്റെ നേതൃത്വത്തിൽ സതുദ്ദേശപരമായി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? KM മൗലവിയെ പോലെയുള്ള മുജാഹിദുകൾ. എന്തിനാണ് അവരത് കൊണ്ടുവന്നത്? 20കളിൽ ഈ രംഗത്ത് വന്ന മുജാഹിദുകൾ, ആ മുജാഹിദുകളെ മതപരമായി ബഹിഷ്കരിക്കാൻ സമസ്ത നൽകിയ ആഹ്വാനങ്ങൾ ആവർത്തിച്ച് സമസ്തയുടെ ചരിത്രത്തിലുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് സമസ്തയുടെ ഉലമാക്കൾ നടത്തിയ ഒരു സമ്മേളനത്തിന്റെ പ്രമേയം സദത്തുള്ള മുസ്ലിയാർ അടക്കമുള്ളവർ സംബന്ധിച്ച ആ പ്രമേയത്തിലുള്ളത് വഹാബികളെ മതപരമായി തൊടാൻ പാടില്ലെന്നാണ്. സലാം പറയാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല, തുടർനിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ഈ മതപരമായ ബഹിഷ്കരണം വഹാബികളെ ഈ സമുദായത്തിൽ ഒറ്റപ്പെടുത്തി. ഇനി അതിനുള്ള മാർഗം എന്താണ്? ആലിമീങ്ങൾ പറയുന്നത് വഹാബികളുമായി ബന്ധപ്പെടരുത് എന്നാണ്. ആ ബന്ധം സൃഷ്ടിക്കാനുള്ള മാർഗം എന്താ? ബാഫക്കി തങ്ങളെ പോലത്തെ ഉമറാക്കളാകുന്ന തങ്ങന്മാർ, ആ തങ്ങന്മാരെ മുസ്ലിം ലീഗിന്റെ വേദിയിൽ കൊണ്ടുവന്ന് അവരുമായി വഹാബികൾ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആലിമീങ്ങൾ പറഞ്ഞ തെർക്കുൽ മുവാലാത്തിന്റെ ഒന്നു മുറിക്കാൻ കഴിയുമെന്ന് മുജാഹിദ് മൗലവിമാർ മനസ്സിലാക്കാൻ. അതാണ് ഈ മുസ്ലിം ലീഗിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടൊരു മുജാഹിദ് മൗലവി പറയുന്നത്. ഈ സമസ്തന്റെ ആൾക്കാരൊക്കെ അങ്ങനെ ഈ വക്കം മൗലവിനെയൊക്കെ ചീത്തറിയുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമുണ്ട്. എന്തുകൊണ്ട്? വാപ്പക്കി തങ്ങളൊക്കെ KM മൗലവിന്റെ ഒപ്പല്ലേ നിക്കച്ചീനിയത് നോൽമ്പോച്ചീനിയത് എന്ന് പറഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ ലീഗിന്റെ ചരിത്രം അയാൾ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ
ചരിത്രം യഥാവിധമായി കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ, സമസ്ത കേരള സമിതിയുടെ പ്രവർത്തകർ, അവർ KM മൗലവിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ, KM മൗലവിയെ ചീത്ത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നിങ്ങൾക്കറിയുമോ? അതെ, KM മൗലവിയെയും വക്കം മൗലവിയെയും ഒന്നും മതപരമായി മാറ്റി നിർത്താൻ പാടില്ല എന്നതിന് എന്താണ് ഇവർ പറയുന്ന ന്യായം? മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ബാഫക്കി തങ്ങൾ KM മൗലവിന്റെ കൂടെ പ്രവർത്തിച്ചില്ലേ? കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി 1948 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KMCD സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് KNMന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ MV അബ്ദുസ്സലാം മൗലവിയായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ KM മൗലവിയായിരുന്നു. ഇവർ 3 പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം, മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ട് വഹാബികൾ ഉദ്ദേശിച്ചത്? ബാഫക്കി തങ്ങൾ KM മൗലവിയുടെ കൂടെ വേദി പങ്കിട്ടാൽ മുജാഹിദുകളെ ബഹിഷ്കരിക്കണമെന്ന സമസ്തയുടെ ആഹ്വാനത്തിന്റെ ഓതു മുറിക്കാൻ കഴിയുമെന്ന അജണ്ടയാണ്.